എല്ലാവർക്കും നമസ്കാരം. US ഡാലി സിറ്റിയിൽ നിന്ന് കാലിഫോർണിയയിലേക്ക് പോകുന്ന മെയിൻ ഹൈവേ ആയതിൻ്റെ സൈഡിൽ ഉപയോഗിക്കപ്പെടാത്ത ഒരു ട്രക്ക് പാർക്കിംഗ്. അവിടെ ഒരു ഷെഡിൽ ഒരു ലക്ഷറി ബസ് മാത്രം നിൽക്കുന്നു. ആ ബസ്സിനുള്ളിൽ അതിൻ്റെ ഉടമയായ പീറ്റർ ബ്രാൻസനും കുറച്ച് അനുയായികളുമുണ്ട്. പീറ്റർ ബ്രാൻസൺ ഏകദേശം 6 അടി പൊക്കമുള്ള നല്ല ശാരീരിക ശക്തിയുള്ള 38 വയസ്സുള്ള ഒരു യുവാവാണ്. അദ്ദേഹം ഒരു $90,000 മേലെ മുടക്കി ആ കാലഘട്ടത്തിൽ വാങ്ങിച്ച ലക്ഷറി ബസ്സാണത്. ഇന്നത്തെ $90,000 അല്ല, 50 കൊല്ലം മുമ്പുള്ള കഥയാണ് ഈ പറയുന്നത്. സോ എല്ലാവിധ ലക്ഷറികളും ആ ബസ്സിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. പ്രത്യേകതരം ലക്ഷറി സീറ്റുകൾ, ഓരോ സീറ്റിൻ്റെ ഹാൻഡ് റെസ്റ്റിൽ റൈറ്റിംഗ് ടേബിൾ, അതുപോലെ കപ്പ് ഹോൾഡർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഏറ്റവും ബാക്കിലായിട്ട് ഒരു സൈഡിൽ ഒരു വാഷ്റൂമും മറ്റേ സൈഡിൽ ഒരു മിനി ബാറും. ഇനി ഇത് കൂടാതെ അതിൻ്റെ ഫ്ലോറിൻ്റെ അടിയിൽ ലഗേജ് സ്പേസ് ഉണ്ട്. നമുക്ക് ഇന്നത്തെ കാലത്തുള്ള ലക്ഷറി ബസ്സുകളിൽ കാണാം. ആ ലഗേജ് സ്പേസിൽ ബ്രാൻസൻ്റെ അനുയായികൾ കുറേ സാധനങ്ങൾ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയെന്ന്. പ്രധാനമായിട്ടും 2 പെട്രോൾ ജനറേറ്ററുണ്ട്, പിന്നെ 2 വലിയ സെർച്ച് ലൈറ്റുകളും കുറേ ചെറിയ സെർച്ച് ലൈറ്റുകളും, മിസൈൽ പോലുള്ള ആയുധങ്ങൾ, മെഷീൻ ഗൺസ്, പിസ്റ്റൾസ്, അങ്ങനെ ഒരുപാട് ആയുധങ്ങൾ, പിന്നെ വലിയ കോയിൽസ് ആയിട്ട് റോപ്പ്, അത്തരം ഒരുപാട് സന്നാഹങ്ങൾ അവർ ആ ബസ്സിൻ്റെ അകത്ത് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേക മിഷൻ ചെയ്യുന്നതിനാണ് അവരുടെ ഉദ്ദേശം. അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ട് ഏകദേശം 6 ആഴ്ചയായി. ഈ സാധനങ്ങളെല്ലാം കളക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ ഇത് ചെയ്യേണ്ട വിധം റിഹേഴ്സൽ ചെയ്യുന്നുണ്ട്, ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കാരണം അത് ചെയ്യുന്ന ദിവസം ഒരിക്കലും ഒരു പിഴവും വരാൻ പാടില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ബ്രാൻസനും കൂട്ടരും. അതുകൊണ്ട് വളരെ ദിവസം പ്രാക്ടീസ് ചെയ്ത് അവർ ആ മിഷൻ എല്ലാം പെർഫെക്റ്റ് ആക്കി നിർത്തിയിരിക്കുകയാണ്. അത്തരം ആകെ 6 ബസ്സുകളാണ് ആ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലൊരെണ്ണമാണ് ബ്രാൻസൺ വാങ്ങിച്ചത്. പിന്നെ 2 US ഓരോ മൾട്ടി ബില്യണേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ 3 ബസ് വാങ്ങിച്ചിരിക്കുന്നത് ഗവൺമെൻറ്റാണ്. അത് ഉപയോഗിക്കുന്നത് US പ്രസിഡൻറ്റും അദ്ദേഹത്തിൻ്റെ പൈലറ്റ് ആൻഡ് എസ്കോർട്ട് ടീമും. US പ്രസിഡന്റ് ഉപയോഗിക്കുന്ന ബസ്സിൻ്റെ അകത്ത് പരസ്പരം ഫേസ് ചെയ്തുകൊണ്ട് 2 ലക്ഷറി സോഫ, കൂടാതെ ഒരു 3-4 ലക്ഷറി സീറ്റുകളും. അതിൻ്റെ ഉദ്ദേശം അദ്ദേഹത്തിൻ്റെ ഗസ്റ്റുകൾ, പ്രധാനമായിട്ടും വിദേശ രാജ്യങ്ങളിലെ തലവന്മാർ, അവർ സന്ദർശിക്കുന്ന സമയത്ത് അവരുമായിട്ട് US എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്തുകൊണ്ട് തന്നെ സംസാരിക്കുക, അവരുമായിട്ടുള്ള ചർച്ചകൾ നടത്തുക. അതിനാണ് ആ ബസ്. ഈ ബസ്സുകളെല്ലാം വൈറ്റ് കളറിലാണ് കമ്പനി പുറത്തിറക്കിയിരിക്കുന്നത്. ബ്രാൻസൻ്റെ കയ്യിലുള്ള ബസ്സും ഇപ്പോൾ വൈറ്റ് കളറാണ്. പക്ഷേ അദ്ദേഹം അത് കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്നത് യെല്ലോ കളറിലാണ്. പ്രത്യേകം പറഞ്ഞ് കമ്പനി അത് വൈറ്റാണ് നോർമലി ഇറക്കുക. ബ്രാൻസൺ അത് പ്രത്യേകം പറഞ്ഞ് യെല്ലോ കളറിൽ ഇറക്കി, പിന്നീട് അത് വൈറ്റാക്കി മാറ്റി. ലക്ഷറി ബസ്സിൽ വൈറ്റ് വേണമെന്ന് ഇവിടെ നിയമമുണ്ട്. ഇനി അവിടെ അതെങ്ങാനും ബ്രാൻസൺ അന്നേ അറിഞ്ഞോന്നറിയില്ല. പ്രസിഡന്റിൻ്റെ ഉപയോഗത്തിലുള്ള 3 ബസ്സുകൾ ആ സമയത്ത് സാൻ ഫ്രാൻസിസ്കോയിലുള്ള ഒരു പ്രത്യേക ഹൈ സെക്യൂരിറ്റിയുള്ള ഷെഡുകളിൽ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ആ 3 ബസ്സുകൾ നിൽക്കുന്ന ഷെഡിന് പുറത്തായിട്ട് ഒരു ഗാർഡ് മെഷീൻ ഗണ്ണുമൊക്കെ പിടിച്ച് ഡ്യൂട്ടിയിലുണ്ട്. 24 മണിക്കൂർ ഡ്യൂട്ടിയിലായിരിക്കും. ആ ഷെഡിൻ്റെ പുറത്തുള്ള ഒരു ചെയറിലിരുന്ന് ഗേറ്റെല്ലാം അടച്ചു പൂട്ടി മെഷീൻ ഗണ്ണും കൈ പിടിച്ചുകൊണ്ട് ഗാർഡ് ആ സമയത്ത് നല്ല ഉറക്കമാണ്. അപ്പോൾ ബ്രാൻസൻ്റെ 2 അസിസ്റ്റൻസ് റസ്റ്റനും മാക്കും അവിടെ എത്തി. ഗാർഡിനെ ഒന്ന് നോക്കി, ഗാർഡ് ഉറങ്ങുന്നു. മാക്ക് പോക്കറ്റിൽ നിന്ന് ഒരു സ്പ്രേ എടുത്തു, ആ ഉറങ്ങുന്ന ഗാർഡിൻ്റെ മൂക്കിലേക്കൊന്ന് സ്പ്രേ ചെയ്തു. അതൊരു മയക്കുമരുന്നാണ്. അതോടെ അദ്ദേഹത്തിൻ്റെ ഉറക്കം ഒന്നുകൂടി ഗാഠമായി. ഇനി ഉടനെ ഒന്നും ഉണരില്ല. ഫസ്റ്റനും മാക്കും ആ ഷെഡിൻ്റെ അകത്ത് കിടന്നു. അവർ നേരെ പോയത് പ്രസിഡൻറ്റിൻ്റെ ബസ്സിലേക്കല്ല, തൊട്ടടുത്ത് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ അനുയായികളുടെ ബസ്സിലേക്കാണ്. അതിൻ്റെ അകത്ത് കയറിയ റസ്റ്റൻ ആദ്യമായിട്ട് ചെന്നത് നേരെ ഡ്രൈവേഴ്സ് ക്യാബിനിലാണ്. ഡ്രൈവർ ക്യാബിൻ്റെ സൈഡിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസിൻ്റെ മെറ്റൽ പ്ലേറ്റ് അദ്ദേഹം നീക്കം ചെയ്തു. അതിൻ്റെ അകത്ത് ഒരു ബോംബ് ഇൻസ്റ്റാൾ ചെയ്തു. പിന്നീട് അദ്ദേഹം നേരെ ആ ബസ്സിൻ്റെ ബാക്കിലേക്കാണ് പോയത്.
അത് ബ്രാൻസന്റെ ബസ് പറഞ്ഞ പോലെ തന്നെ അവിടെയുണ്ട് ഒരു മിനി ബാർ. ബസ്സിൽ ഇത് കൂടാതെ വേറൊരു സംവിധാനം ഇവിടെ ഉണ്ട്. വാഷ്റൂമിനും ബാറിനും പുറകിലായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ സെൻറ്റർ. ഈ ലോകത്ത് ഏത് രാജ്യത്തും ഏത് സ്ഥലത്തും എപ്പോഴും ബന്ധപ്പെടാവുന്ന രീതിയിലുള്ള റേഡിയോ ടെലിഫോൺ സിസ്റ്റം. കാരണം അന്നത്തെ പോലെ മൊബൈൽ ഫോണും കാര്യങ്ങളൊന്നുമില്ല. റേഡിയോ ഉണ്ട്, ടെലിഫോൺ ഉണ്ട്, വയേർഡ് ടെലിഫോൺ. ഇത് രണ്ടും കമ്പൈൻഡ് ആക്കിക്കൊണ്ട് ഒരു ടെലിഫോൺ ഉപയോഗിച്ച് റേഡിയോ കമ്മ്യൂണിക്കേഷനിലൂടെ ലോകത്തെവിടേക്കും ബന്ധപ്പെടാം. അതിന് 5 സ്പീഡ് ഡയൽ ബട്ടൺസ് പ്രത്യേകമായിട്ടുണ്ട്. ഒന്ന് വൈറ്റ് ഹൗസ്, ഒന്ന് പെൻറ്റഗൺ, പിന്നൊന്ന് US എയർബേസ്, 4മത്തത് മോസ്കോ, 5മത്തത് ലണ്ടൻ. ഇത്രയും സ്ഥലങ്ങളിലേക്ക് ഒരു ബട്ടൺ ഡയൽ ചെയ്താൽ പ്രസിഡന്റിന് അപ്പോൾ തന്നെ കോണ്ടാക്ട് കിട്ടുന്ന ഒരു സംവിധാനവും കൂടി ഈ ബസ്സിൻ്റെ പുറകെ കമ്മ്യൂണിക്കേഷൻ ക്യാബിനിൽ ഒരുക്കിയിട്ടുണ്ട്. ഫസ്റ്റ് നിൽക്കുന്ന ബസ്സിൻ്റെ ഏറ്റവും പുറകെ എത്തിയ അദ്ദേഹം അവിടുത്തെ ബാർ ഓപ്പൺ ചെയ്തു. ആ ബാറിൻ്റെ കബോർഡിൽ 10 കുപ്പി സ്കോച്ച് വിസ്കി ഒന്നിന് പുറകെ ഒന്നായിട്ട് 2 ലെയറായിട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഒരു ലെയറിൽ 5 കുപ്പി, അതിൻ്റെ ഫ്രണ്ടിൽ വീണ്ടും 5 കുപ്പി. അവർ ആ 10 കുപ്പിയും പുറത്തെടുത്തു. 5 കുപ്പി മാക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഒരു ബാഗിൽ നിറച്ചു. ആ സമയം കൊണ്ട് വെസ്റ്റേൺ ഏറ്റവും ബാക്കിലൊക്കെ ആയിട്ട് ഒരു ബോംബ് പ്ലാന്റ് ചെയ്തു. അതിനുശേഷം ആ 5 കുപ്പിയും പഴയതുപോലെ അവിടെ നിരത്തി വെച്ചു. അപ്പോൾ ഏറ്റവും ബാക്കിലുള്ള 5 കുപ്പികൾ ഇരുന്ന ഭാഗത്ത് ഇപ്പോൾ ഒരു ബോംബ് ഇരിക്കുകയാണ്. ആരെങ്കിലും ഇതൊന്നൊരു കുപ്പി എടുത്താൽ അപ്പം മനസ്സിലാവും, അതൊന്നാരും കുപ്പി എടുത്തില്ലെങ്കിൽ ആർക്കും മനസ്സിലാവുകയും. ആ രീതിയിൽ ആ ബസ്സിൽ 2 ബോംബ് പ്ലാന്റ് ചെയ്തതിന് ശേഷം അവർ പുറത്തിറങ്ങി. മെയിൻ ഗേറ്റിൻ്റെ അവിടെ എത്തി. ഗാർഡ് അപ്പോഴും നല്ല സുഖമായിട്ടുള്ള ഉറക്കമാണ്. റസ്റ്റൻ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു വയർലെസ് സെറ്റ് എടുത്തു, ഡയൽ ചെയ്തു. അപ്പുറത്ത് ബ്രാൻസൺ അദ്ദേഹത്തിൻ്റെ വയർലെസ് എടുത്തു. ഇദ്ദേഹം ഒരു പ്രത്യേക കോഡ് നെയിമിലാണ് ബ്രാൻസനെ വിളിച്ചത്. പൈ. അവിടെ നിന്ന് മറുപടി വന്നു, യെസ്, ഡൺ, ഓക്കെ, താങ്കളും മാക്കും അപ്പാർട്ട്മെൻറ്റിലേക്ക് വെക്കോളൂ. സാൻ ഫ്രാൻസിസ്കോയിലെ ഒരു ലക്ഷറി ഹോട്ടൽ റൂം. അവിടെ US നേവിയിലെ 2 പൈലറ്റുകൾ രാത്രി കിടന്നുറങ്ങുകയാണ്. പെട്ടെന്ന് അവർ ഞെട്ടി ഉണർന്നതല്ല, ഉണർത്തിയതാണ്. അവർ കാണുന്നത് ബ്രാൻസന്റെ 2 അനുയായികൾ ജോൺസണും ബ്രാഡ്ലിയും. ജോൺസന്റെ കയ്യിലൊരു സൈലൻസർ പിടിപ്പിച്ച പിസ്റ്റളുണ്ട്. അത് ഇവർക്ക് പിന്നെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കും, കാരണം അവരും ഇത്തരം ട്രെയിനിങ്ങുകൾ കഴിഞ്ഞ ആൾക്കാരാണല്ലോ. അതിലൊരാൾ ദേഷ്യപ്പെട്ട് ചോദിച്ചു, ഏത് നരകത്തുനിന്ന് വരികയാണ് ഈ നേരത്തെ ഇങ്ങോട്ട്? ജോൺസൺ വളരെ കൂളായിട്ട് പറഞ്ഞു, എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, കുറച്ചുകൂടി സംസ്കാരത്തോടെയൊക്കെ സംസാരിക്കേ. നല്ല സംസ്കാരം പഠിപ്പിക്കുന്ന ആളാണല്ലോ. രാത്രി 2 പേരും ഉറങ്ങുന്ന സ്ഥലത്ത് തോക്കും പിടിച്ചുകൊണ്ട് വന്നിട്ടാണ് സംസ്കാരം പഠിപ്പിക്കുന്നത്. ഓക്കെ. ജോൺസൺ പറഞ്ഞു, സിമ്പിൾ, ഞങ്ങൾക്ക് നിങ്ങളുടെ യൂണിഫോം വേണം, പിന്നെ നിങ്ങളുടെ ലൈസൻസും ID കാർഡും, ഇത്രയാണ് ഞങ്ങൾക്ക് ആവശ്യം. അത് കിട്ടിയാൽ ഞങ്ങൾ പൊക്കോളാം. അപ്പോൾ ഇവർ അത്ഭുതത്തോടെ നോക്കുകയാണ്. ഞങ്ങളുടെ ഇതൊക്കെ നിങ്ങൾക്ക് എന്തിനാ? അതൊക്കെ ഇപ്പം നിങ്ങളൊന്നും അറിയേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് ഈ സാധനങ്ങൾ വേണം. അതിൻ്റെ ഇടയിൽ ബ്രാഡ്ലി അവരുടെ കബോർഡ് തുറന്നു, യൂണിഫോം കിട്ടി. ഇവരിട്ടിരുന്ന വേഷമൊക്കെ ഓരോരുത്തരായിട്ട് മാറ്റി. ഒരാൾ മാറ്റുമ്പോൾ മറ്റൊരാൾ നോക്കി പിടിച്ചുകൊണ്ട് നിൽക്കും. അങ്ങനെ 2 US നേവി പൈലറ്റ്സിൻ്റെ യൂണിഫോമൊക്കെ ഇട്ടു. അതിനുശേഷം ഇവരിട്ടുകൊണ്ട് വന്ന ഡ്രസ്സ് അവിടെ കിടപ്പുണ്ട്. നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ അതിട്ടുകൊണ്ട് ഇറങ്ങാം, അല്ലാതെ ഈ കിടക്കുന്ന വേഷത്തിൽ ഇറങ്ങിപ്പോയ ആൾക്കാരെന്ത് വിചാരിക്കും? 1-2 US പ്രധാനപ്പെട്ട 2 സ്റ്റാഫല്ലേ. ശരി, ബാക്കി സാധനങ്ങൾ ഇവിടെ, നിങ്ങളുടെ ലൈസൻസും ID കാർഡും ഇവിടെ. അത് ഇവിടെ ഇല്ല, ഞങ്ങൾ മാനേജറുടെ സേഫ് ഡിപ്പോസിറ്റ് ലോക്കറിൽ വെച്ചിരിക്കുകയാണ്, രാവിലെ ഞങ്ങൾ എടുക്കുകയുള്ളൂ. ഉടനെ ബ്രാഡ്ലി പറഞ്ഞു, അങ്ങനത്തെ സംഭവമില്ല, നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഇന്നലെ രാത്രി നിങ്ങൾ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ കൗണ്ടറിൽ ഒരു ചുവന്ന മുടിയുള്ള പെൺകുട്ടി ഉണ്ടായിരുന്നില്ലേ? അവൾ ഞങ്ങളുടെ ആളാണ്. അപ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കൗണ്ടറിൽ യാതൊന്നും ഏൽപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യം. വല്ലത് ഏൽപ്പിച്ചിരുന്നെങ്കിൽ അത് രാത്രി തന്നെ ഞങ്ങൾ എടുത്തു വന്നേനെ. അവരങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയും പ്ലാൻഡ് ആയിട്ടാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. പറഞ്ഞു, ശരിയൊരു കാര്യം ചെയ്യാം, ഞങ്ങൾ തിരഞ്ഞെടുക്കാം, ആ സമയത്ത് നിങ്ങൾക്ക് ബോധമുണ്ടെങ്കിൽ ഞങ്ങൾ എടുക്കുന്നത് കാണാം. അപ്പോൾ ഇവർ ചോദിച്ചു, അവരൊന്ന് ഞെട്ടി, നിങ്ങൾ കൊല്ലാൻ പോവാണോ ഞങ്ങൾ എന്ന്? ഞാൻ പറഞ്ഞില്ലല്ലോ, ബോധമുണ്ടെങ്കിൽ കാണാമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ നിങ്ങളെ ബോധം കെടുത്താനുള്ള എന്തെങ്കിലും അക്രമം ചിലപ്പോൾ ചെയ്തേക്കും, അതിന് നിങ്ങളായിട്ട് ഇട കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ജോൺസൺ ഒരു പ്ലെയറുമായിട്ട് അതിലൊരാളുടെ അടുത്തേക്ക് വന്നു. എനിക്ക് തോന്നി ഈ പ്ലെയർ കൊണ്ട് പല്ലോ നഖോ എന്തെങ്കിലുമൊക്കെ പിടിച്ച് പറിക്കാനാണെങ്കിലോ. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഉപദ്രവിക്കണ്ട, അതെവിടെ ഇരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ 2 ആളും കിടക്കുന്ന ബെഡിൻ്റെ അടിയിലുണ്ട് അവരവരുടെ
റെക്കോർഡ്സ്. അങ്ങനെ അവർ ആ ബെഡിൻ്റെ അടിയിൽ നിന്ന് ആ സാധനങ്ങൾ എടുത്തു. അതിനുശേഷം ഈ രണ്ടുപേരെയും ഓരോ കസേരയിൽ വളരെ ടൈറ്റായിട്ട് കെട്ടിയിട്ടു. അവരുടെ വായിൽ ഓരോ ടേപ്പ് പൊട്ടിച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ല, ഞങ്ങൾ ഇറങ്ങിപ്പോകുന്ന നേരത്തെ നിങ്ങൾ വല്ല ഒച്ച ഉണ്ടാക്കി അടുത്ത റൂമിൽ കിടന്ന് ഉറങ്ങുന്നവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ്. എന്തായാലും നേരം വെളുക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ വന്ന് അഴിച്ചു വിടും. ഈ സമയം എന്ന് പറയുന്നത് പുലർച്ചെ 4 മണിക്കാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അവിടെ റെസ്റ്റോറൻറ്റ് പാർട്ടിയും പോയതും ഇവിടെ ഇവർ വന്നതുമെല്ലാം പുലർച്ചെ 4 മണി സമയത്താണ്. അങ്ങനെ അവർ പുറത്തിറങ്ങി. കൗണ്ടറിൽ ആ സമയത്ത് ആ ഹോട്ടലിൽ ഒരു സ്റ്റാഫ് ഇരിപ്പുണ്ട്. അപ്പോൾ അയാളുടെ വിചാരം ഇവിടെ റൂം എടുത്ത 2 പൈലറ്റുകൾ ഇറങ്ങി പോവുകയാണെന്നാണ്. അയാൾ വളരെ ബഹുമാനത്തോടെ എണീറ്റ് എന്ന് പറഞ്ഞു, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. രാത്രി നിങ്ങളായിരുന്നില്ല അല്ലേ? ഇല്ല, രാത്രി എനിക്ക് റെസ്റ്റായിരുന്നു. ഇപ്പോൾ ഞാൻ ജോയിൻ ചെയ്തേ ഉള്ളൂ. ഓക്കെ, ഞങ്ങൾ റൂമിൽ നേവിയുടെ 2 സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ എന്താ സാധനം? 2 പൈലറ്റുകളെയാണ് വെച്ചിരിക്കുന്നത്. ഒരു 3 മണിക്കൂർ നേരത്തേക്ക് ആരെയും ആ ഭാഗത്തേക്ക് വിടരുത്. ജോൺസൺ പോക്കറ്റിൽ നിന്ന് വയർലെസ് സെറ്റ് എടുത്തു. നേരത്തെ റെസ്റ്റൻ ചെയ്ത പോലെ ഡയൽ ചെയ്തു. പൈ അവിടുന്ന് വന്നു. യെസ്, ഡൺ. ഓക്കെ, നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കോളൂ. നേരം വെളുത്തു തുടങ്ങുന്ന സമയം. ആ സമയത്ത് ബ്രാൻസന്റെ ഒരു 6 അനുയായികൾ ഒരു ഷെവർലെ സ്റ്റേഷൻ വാഗൺ കാറിൽ സിറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സിറ്റിയുടെ ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് അവർ ആ കാർ പാർക്ക് ചെയ്തു. അതിൽ നിന്ന് ആ വാഹനം ഓടിച്ചിരുന്ന ഗിസ്കാർഡ് എന്ന മനുഷ്യനും പിന്നെ പാർക്കർ എന്ന് അയാളുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരു മനുഷ്യനും പുറത്തിറങ്ങി. ഇതിൻ്റെ ബാക്കിലുള്ള ബാക്കി 4 പേര് അതിൻ്റെ അകത്ത് തന്നെ ഇരിപ്പുണ്ട്. ഇവർ രണ്ടാളും ഒരു നീളത്തിലുള്ള കോട്ടാണ് ധരിച്ചിരിക്കുന്നത്. ആ കോട്ട അവരെടുത്ത് മാറ്റി. ഗിസ്കാർഡ് ഒരു സ്റ്റേറ്റ് പോലീസ് സർജൻറ്റ് യൂണിഫോമിലാണ്, പാർക്കർ ഒരു കോൺസ്റ്റബിളിൻ്റെ യൂണിഫോമിൽ. അപ്പോൾ ഈ അവിടുത്തെ അന്നത്തെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് പോലീസും ലോക്കൽ പോലീസും 2 സെക്ഷനാണ്. സ്റ്റേറ്റ് പോലീസ് ഹയർ വിഭാഗവും ലോക്കൽ പോലീസ് താഴെയുള്ള വിഭാഗവും. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് പോലീസിലുള്ള ഉദ്യോഗസ്ഥരെ കാണുമ്പം ബാക്കിയുള്ളവർ വളരെ റെസ്പെക്റ്റിലാണ് നിൽക്കുക. ലോക്കൽ പോലീസിലെ ആൾക്കാർ വളരെ റെസ്പെക്റ്റിലാണ് നിൽക്കുക. അവർ നേരെ ആ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്നു. കണ്ട വഴിക്ക് അവിടെ ഡ്യൂട്ടിയിലുള്ള ആ സമയത്ത് 2 കോൺസ്റ്റബിൾസാണുള്ളത്. അവർ ചാടി എണീറ്റ് സല്യൂട്ടൊക്കെ ചെയ്ത് നിന്നു. ഗിസ്കാർഡ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നൊരു പേപ്പർ ഇങ്ങനെ വായിച്ചു. എന്നിട്ട് ചോദിച്ചു, മാഹണി അല്ലേ? അപ്പോൾ ഈ മാഹണി എന്ന് പറയുന്ന മനുഷ്യൻ വളരെ വിനീതനായി ചോദിച്ചു, എങ്ങനെ മനസ്സിലായി സാർ? എനിക്ക് വായിക്കാൻ അറിയാം, ഇവിടുത്തെ ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്, അത് നോക്കി വായിച്ചാണ്. ബാക്കിയുള്ളവർ എത്ര മണിക്ക് ഡ്യൂട്ടിക്കെത്തും? 8 മണിക്ക്. നിങ്ങൾക്കറിയില്ല, ഇന്ന് US പ്രസിഡൻറ്റിൻ്റെ യാത്രയുള്ളതാണ് ഈ വഴിക്ക്. അതുകൊണ്ട് എല്ലാവരും വളരെ അലർട്ടായിരിക്കണം. അതിനു മുമ്പ് ഞങ്ങൾക്ക് സ്റ്റേഷൻ മൊത്തം ഒന്ന് പരിശോധിക്കണം. ലോക്കപ്പിൻ്റെ താക്കോലോടെ. ലോക്കപ്പിൻ്റെ താക്കോലുമായിട്ട് ഈ പറഞ്ഞ 2 ആൾക്കാരും അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഗിസ്കാർഡ് വീണ്ടും ചോദിച്ചു, എത്ര കാറുണ്ട് ഇപ്പോൾ ഇവിടെ? 2. അതിൻ്റെ താക്കോലോ? അതിൻ്റെ താക്കോലോ അവിടെ തൂക്കിയിട്ടുണ്ട് സാർ. ശരി, വരൂ, ലോക്കപ്പൊക്കെ ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. അങ്ങനെ അവർ നേരെ ലോക്കപ്പിൻ്റെ അടുത്തെത്തി. ലോക്കപ്പ് തുറന്നു. ആ സമയത്ത് പെട്ടെന്ന് ഗിസ്കാർഡും പാർക്കറും അവരുടെ പോക്കറ്റിൽ നിന്ന് ഓരോ പിസ്റ്റൾ പുറത്തെടുത്തു. അതിൻ്റെ ബാക്കും ഉണ്ട്. ഇവരുടെ തലയുടെ പുറകുഭാഗത്ത് ഓരോ അടി കൊടുത്തു. 2 പേരും ബോധം കെട്ട് വീണു. 2 പേരെ അവർ തൂക്കി ലോക്കപ്പിൻ്റെ അകത്തിട്ടു. ലോക്കപ്പ് പൂട്ടി. പുറത്തിറങ്ങി നേരെ ഓഫീസിൽ വന്നു. ആ 2 പോലീസ് കാറുകളുടെ താക്കോലെടുത്തു. അവർ ചെന്ന് പോലീസ് കാർ സ്റ്റാർട്ട് ചെയ്തു. പാർക്കർ ഒരു പ്രത്യേക രീതിയിൽ ഒരു സൗണ്ട് ഉണ്ടാക്കി. ഉടനെ അവർ വന്ന വാഹനത്തിലുണ്ടായിരുന്ന ബാക്കി 4 പേരും അവിടെ എത്തി. അവരും സ്റ്റേറ്റ് പോലീസ് യൂണിഫോമിലാണ്. അവർ ആ കാറുകളിൽ കയറി. ഗിസ്കാർഡ് വയർലെസ് എടുത്തു. മറ്റുള്ളവർ ഇതുപോലെ തന്നെ ഡയൽ ചെയ്തു. പൈ, യെസ്, ഡൺ. ശരി, നിങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലത്തേക്ക് വെക്കോളൂ. ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ഹോട്ടലിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ട്. അവിടെ ആ സമയത്ത് 6 പോലീസുകാരുണ്ട്. അതിൽ 2 പേര് യൂണിഫോമിലാണ്, 4 പേര് മഫ്തിയിലാണ്. അവരെ കൂടാതെ ഒരു വളരെ 6 അടിക്ക് മേലെ പൊക്കമുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു മനുഷ്യൻ അവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. പെട്ടെന്ന് ഇതിലൊരു പോലീസുകാരൻ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അവർക്ക് ചില സെക്യൂരിറ്റി പ്രശ്നങ്ങളുണ്ട്, അതാണ് കാരണം. അടുത്ത് വന്ന് പറഞ്ഞു, സാർ, ഞങ്ങൾക്ക് ഇവിടെ ചില ഡ്യൂട്ടികളുണ്ട്, സാർ ഇവിടെ നിന്ന് മാറിപ്പോകുന്ന നന്നായിരിക്കും. അപ്പോൾ അയാൾ ഇവരിങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് മാത്രമേ ഡ്യൂട്ടി? എനിക്ക് ഡ്യൂട്ടി ഇല്ലേ? അപ്പോൾ ഈ വന്ന പോലീസുകാരൻ ഇങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ്. ഇത് ആരായിരിക്കും? യൂണിഫോമിലല്ല. പെട്ടെന്ന് അയാളുടെ പോക്കറ്റിൽ നിന്ന് ഒരു കാർഡ് എടുത്ത് മറ്റേ ആളെ കാണിച്ചു. അത് കണ്ട അയാൾ പിന്നെ ഉടനെ സല്യൂട്ട് ചെയ്തു. കാരണം അത് അമേരിക്കൻ സീക്രട്ട് ഏജൻസി FBIയുടെ ഡെപ്യൂട്ടി ചീഫ്
ജെൻസൺ എന്ന മനുഷ്യനാണ്. അയാളെ കൂടെ ചെന്ന് ബാക്കിയുള്ള പോലീസ്, അതെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് FBI ആണ്, ഫ്രം വാഷിങ്ടൺ. ഇവർ സാൻ ഫ്രാൻസിസ്കോ സ്റ്റേറ്റിലുള്ളവരാണ്, അദ്ദേഹം വാഷിങ്ടണിൽ നിന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹവും ഇവരെ പോലെ ഒരു സെക്യൂരിറ്റി മിഷനാണ് അവിടെ എത്തിയിരിക്കുന്നത് എന്നിവർ മനസ്സിലാക്കുകയാണ്. ആ സമയത്ത് ഹോട്ടലിൻ്റെ അകത്തുനിന്ന് ഒരു വെയിറ്റർ ഇങ്ങനെ ആകാംക്ഷയോടെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അയാളെ കണ്ടപ്പോൾ ഈ ഡെപ്യൂട്ടി ചീഫ് അയാളെ അടുത്തേക്ക് വിളിച്ചു. അയാൾ അടുത്ത് വന്ന് വളരെ സ്വരം താത്തി ചോദിച്ചു, നിങ്ങളിങ്ങനെ ഓപ്പണായിട്ട് നിന്നാൽ ശരിയാവുമോ? എന്താ കുഴപ്പം? ഞാൻ അവരുടെ ഡെപ്യൂട്ടി ചീഫാണെന്നും പറഞ്ഞ് അവർ പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് ആളെ അറിയില്ലേ? അവർക്ക് ഇവിടെയുള്ള ഡെപ്യൂട്ടി ചീഫിനല്ലേ അറിയുള്ളൂ. ഞാൻ വാഷിങ്ടണിൽ നിന്നാണ് വന്നിരിക്കുന്നത് എന്നാണ് എൻ്റെ കാർഡ് പ്രകാരം. ഓ അത് ശരി. അപ്പോൾ താൻ ടെൻഷൻ അടിക്കണ്ട, താൻ പോയി അവിടെ താൻ പറഞ്ഞ് തന്നോട് ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ആ വെയിറ്റർ തിരിച്ചു പോയി. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വയർലെസ് എടുത്തു. ഇനിയിപ്പോൾ ആരും സംശയിക്കാനില്ല, കാരണം ഇയാൾ FBI ഡെപ്യൂട്ടി ചീഫാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഡയൽ ചെയ്തു. അപ്പുറത്ത് ബ്രാൻസൺ അദ്ദേഹത്തിൻ്റെ സെറ്റ് എടുത്തു. അദ്ദേഹം പറഞ്ഞു, പൈ യെസ് ഞാനിവിടെ റെഡിയാണ്. ഓക്കെ ഞാനിതാ പുറപ്പെടുന്നു. എൻ്റെ ഇരട്ട എങ്ങനെയുണ്ട്, സുഖമായിരിക്കുന്നോ? അപ്പോൾ ബ്രാൻസൺ ആ ബസ്സിൻ്റെ പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. ശരിയായിട്ടുള്ള ഡെപ്യൂട്ടി ചീഫ് ഓഫ് FBI ജെൻസൺ അവിടെ കയ്യും കാലും ഒക്കെ കൂട്ടിക്കുവട്ട നിലയിൽ ആ ബസ്സിൻ്റെ 2 സീറ്റുകളുടെ ഇടയിലുള്ള ഇടനാഴിയിൽ കിടപ്പുണ്ട്. ബ്രാൻസൺ പറഞ്ഞു, കുഴപ്പമില്ല, ആൾ മരിച്ചിട്ടില്ല, മരിക്കൊന്നുമില്ല,